കേരള എൻട്രൻസിന് വേണ്ടി റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്ലസ് ടുവിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യുന്നതിനെ കുറിച്ച് കുറച്ച് പേരുടെ ഡൗട്ട് ചോദിച്ചിരുന്നു. ഇതുവരെ പ്ലസ് ടുവിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ കീമിൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ടില്ല. ഇത് പഴയ ഒരു നോട്ടിഫിക്കേഷനാണ്, 2023 പ്രീവിയസ് ഇയറിലെ നോട്ടിഫിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. ഇതുപോലെ ഏകദേശം ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും ഇത്തവണയും വരുന്നത്. ഇവിടെ പ്രധാനമായിട്ട് നോക്കുന്നത് സെക്കൻഡ് ഇയറിൽ നിങ്ങളുടെ മാർക്കാണ്. സെക്കൻഡ് ഇയറിൽ നിങ്ങൾ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിക്ക് മേടിച്ച മാർക്കാണ് ഇവിടെ മാനദണ്ഡമായിട്ട് എടുക്കുന്നത്. പ്ലസ് ടു അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ട് ക്വാളിഫൈ ചെയ്ത എക്സാമിനേഷൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ മാർക്കാണ് ഇവിടെ പ്രധാനമായിട്ടും പരിഗണിക്കുന്നത്. ഇനി നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ അവിടെ കമ്പ്യൂട്ടർ സയൻസ് പരിഗണിക്കും. ഇനി നിങ്ങൾ കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസും പഠിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവിടെ ബയോടെക്നോളജി ആയിരിക്കും പരിഗണിക്കുന്നത്. ഇനി നിങ്ങൾ കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസും ബയോടെക്നോളജിയും പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ ബയോളജിയുടെ മാർക്കായിരിക്കും അവിടെ പരിഗണിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ഫെസിലിറ്റി, ഒരു മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി പ്രധാനമായിട്ടും കീമിൻ്റെ കാൻഡിഡേറ്റ് പോർട്ടലിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അതിനായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് നൽകി നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ എൻ്റർ ആകുമ്പോൾ മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ ഓൾറെഡി എനേബിൾഡ് ആയിരിക്കും. ആ ഒരു ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്ത് നിങ്ങൾ വേറൊരു പേജിലായിരിക്കും എത്തുന്നത്. ആ ഒരു പേജിൽ നിങ്ങളുടെ ബോർഡ് ഓഫ് എക്സാമിനേഷൻ, ഏത് വർഷമാണ് നിങ്ങൾ പാസ്സായത്, രജിസ്റ്റർ നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് സ്കോർ ചെയ്ത മാർക്കും അവിടെ കാണാനായിട്ട് പറ്റും. ആ പേജിൽ കൊടുത്തിരിക്കുന്ന മാർക്കെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒറിജിനൽ മാർക്ക് ഷീറ്റിലെ മാർക്കും ആ ഒരു പേജിൽ കൊടുത്തിരിക്കുന്ന മാർക്കും സെയിം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് മാർക്ക് ഡേറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ഞെക്കി അത് കൺഫേം ചെയ്യുന്നതാണ്. നിങ്ങൾ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. കഴിഞ്ഞ വർഷത്തെ കാര്യമാണ്. പിന്നെ വേറൊരു ഓപ്ഷനും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതായത് നിങ്ങളിപ്പോൾ ഒരു വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന മാർക്കും നിങ്ങളുടെ മാർക്ക് ഷീറ്റിലെ മാർക്ക് രണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ, അതായത് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ നിങ്ങൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി ആ ഒരു വെബ്സൈറ്റിൽ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടും കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം സബ്മിറ്റ് മാർക്ക് ഡേറ്റ എന്നൊരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ചേഞ്ച് വരുത്തിയവർ മാത്രം, ഈ ഒരു മാർക്കിൽ ചേഞ്ച് വരുത്തിയവർ മാത്രം അവരുടെ ആ ഒരു മാർക്ക് ലിസ്റ്റിൻ്റെ PDF കൂടി ഈ ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമായിരുന്നു. അങ്ങനെയും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മാർക്ക്, പ്ലസ് ടുവിന് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം പലർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. അതായത് കേരള എൻട്രൻസ് കമ്മീഷണർ നമ്മുടെ ഈ പ്ലസ് ടുവിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി തരുന്ന ആ ടൈമിൽ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഈ ഒരു മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ പറയുന്ന ടൈമിൽ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ റിസൾട്ട് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അത് തെളിയിക്കാനുള്ള രേഖകളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കയ്യിൽ കാണില്ല. അതുകൊണ്ടാണ്. പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാം, അതായത് ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് വന്നതിന് ശേഷമാണ് ഈ ഒരു മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാനുള്ള, പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ സൈറ്റിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സ്കോർ കൂടി അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സപ്പോസ് ഇനി അങ്ങനെ ഒരു ഓപ്ഷൻ, അതായത് ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് കൂടി ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻട്രൻസ് കമ്മീഷണർ സ്പെഷ്യലായിട്ടൊരു നോട്ടിഫിക്കേഷനൊക്കെ പുറപ്പെടുവിച്ച് അതിനനുസരിച്ച് സൈറ്റിൽ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയൊന്ന് ആലോചിച്ചാൽ മതി. അതായത് മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ പറയുന്ന സമയത്ത്, സിയുടെ വെബ്സൈറ്റിൽ പറയുന്ന സമയത്ത് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് അപ്ലോഡ് ചെയ്യാം. അതർവൈസ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നീട് അവരൊരു അവസരം തന്ന് ഒരു നോട്ടിഫിക്കേഷനൊക്കെ ഇറക്കി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ ഒരു അവസരം തരുവാണെങ്കിലേ ഉള്ളൂ. സോ നമുക്ക് എപ്പോഴും ഹോപ്പ് ചെയ്യാം, നമുക്ക് എപ്പോഴും ബെസ്റ്റായിട്ട് ഹോപ്പ് ചെയ്യാം. അതായത് ഒരു മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷമായിരിക്കാമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് 2023 കാര്യമാണ്. ഇപ്പോഴത്തെ കാര്യമാണെന്ന് പറഞ്ഞ് ആരും തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, 2023 ഈ ഒരു ഓൺലൈൻ മാർക്ക് ഡേറ്റ സബ്മിഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതുപോലെ തന്നെ ആയിരിക്കും ഇത്തവണയും വരുന്നത് ഏകദേശം. സോ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ബൈ.